ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 16 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. സ്നേഹമുള്ളവരെ, നമ്മളിൽ പലരും സുവിശേഷം പ്രസംഗിക്കുന്നവരാണ്. ദൈവത്തെക്കുറിച്ച് വചനം പറഞ്ഞു കൊടുക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ചിലപ്പോഴൊക്കെ ചില സുവിശേഷകരിൽ കയറിക്കൂടുന്ന വലിയൊരു തിന്മയുണ്ട്. ആ തിന്മ എന്ന് പറയുന്നത് അഹങ്കാരം തന്നെയാണ്. അതായത് നമ്മളെ മറ്റുള്ളവർ അംഗീകരിച്ച് കഴിയുമ്പോൾ നല്ല പ്രസംഗമാണ്, നല്ല ശുശ്രൂഷയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മളിൽ തന്നെ പതുക്കെ ഈ അഹങ്കാരം എന്ന് പറയുന്ന തിന്മ സാത്താൻ നമ്മളിലേക്ക് കയറ്റിവിടും. സത്യത്തിൽ ഇതൊരു 1-ാം കൽപ്പന ലംഘനം തന്നെയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾക്ക് തന്നെ നമ്മൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത് വലിയൊരു തിന്മയാണ്. അപ്പോൾ നമ്മളിലുള്ള ദൈവകൃപ പെട്ടെന്ന് ബ്ലോക്കായി പോകും. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, കൂടുതൽ ദൈവവിശുദ്ധിയിലേക്ക് വളരും തോറും ദൈവത്തോട് അടുക്കും തോറും നമ്മൾ എന്ത് ചെയ്യണം? എളിമപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആ അഹങ്കാരത്തെ എടുത്തു മാറ്റി കൂടുതൽ വിശുദ്ധിയിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.